السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. മഹാനായ സ്വഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ. എൻ്റെ കൂട്ടുകാരൻ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. എൻ്റെ കൂട്ടുകാരൻ എന്നതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് കണ്ടിരുന്നത്, സ്വഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പെരുമാറി എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണിത്. എന്നോട് എൻ്റെ കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് ആ 7 കാര്യങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അതിലൊന്നാമത്തേത് അമറനി ബിഹുബ്ബിൽ മസാക്കീൻ. ഒന്നാമത്തേത് എന്നോട് പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ കൽപ്പിച്ചു. വദ്ദുനുവ്വി മിൻഹും, അവരോട് ചേർന്ന് നിൽക്കാനും എന്നോട് കൽപ്പിച്ചു. വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കാനും താഴെയുള്ളവരിലേക്ക് നോക്കാനും അവിടുന്ന് എന്നോട് കൽപ്പിച്ചു. വഅമറനി അൻ അസ്ല റഹിമ വഇൻ അദ്ബറത്. അതുപോലെ തന്നെ അവിടെ എന്നോട് കൽപ്പിച്ച മറ്റൊരു കാര്യമാണ്, കുടുംബ ബന്ധത്തിന് കുടുംബക്കാർ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിലും അവർ പിന്തിരിഞ്ഞ് കളഞ്ഞാലും കുടുംബ ബന്ധത്തെ ചേർക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅ. ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്ന് എന്നോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുർറൻ. അതുപോലെ തന്നെ കയ്പാണെങ്കിലും സത്യം പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപത്തെയും ഭയക്കരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വഅമറനി അൻ ഉക്സിറ മിൻ ഖൗൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ധാരാളമായി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് അർശിൻ്റെ താഴെയുള്ള നിധിയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇതിലാദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നത്. അതേതാണ്? അമറനി ബിഹുബ്ബിൽ മസാക്കീൻ. പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു. വദ്ദുനുവ്വി മിൻഹും, അവരോട് ചേർന്ന് നിൽക്കാനും അവിടുന്ന് എന്നോട് കൽപ്പിച്ചു. അല്ലാഹുവിൻ്റെ ദീൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം അല്ലാഹുവിൻ്റെ ദീൻ നമ്മളോട് കൽപ്പിച്ചു. എന്ത്? പാവപ്പെട്ടവരെ സഹായിച്ചാൽ പോരാ, പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകിയാലും പോരാ. ഹുബ്ബുൽ മസാക്കീൻ, അവരെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അല്ലാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കുക എന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഒരു അഹങ്കാരിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെ സ്നേഹിക്കാനോ അവരോട് ചേർന്ന് നിൽക്കാനോ സാധിക്കുന്ന കാര്യമായിരിക്കില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ
നമുക്കത് കാണാൻ സാധിക്കും. അവിടുത്തെ ചരിത്രം, അവിടുത്തെ ജീവിതത്തിൽ അത് പരന്നു കിടക്കുകയാണ്. പാവപ്പെട്ടവരോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച സമീപനവും അവരെ ചേർത്ത് പിടിച്ചതും അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന മഹബ്ബത്തുമെല്ലാം വളരെ വ്യക്തമാണ്. നമ്മൾ കേട്ടവരാണ്, നമ്മൾ പഠിച്ചവരാണ്. ഇനി മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ സ്വഹാബത്തും അങ്ങനെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മഹാനായ അബൂ മഹ്ദൂറ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അബൂ മഹ്ദൂറ പറയാണ്, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് സ്വഫ്വാൻ ഇബ്നു ഉമയ്യ ഒരു പാത്രം നിറയെ ഭക്ഷണവുമായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഫദഅ ഉമർ നാസൻ മിസ്കീൻ ഫഅകലൂ മഅ. ആ സമയത്ത് ഭക്ഷണം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ഒപ്പം ആ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭക്ഷണം കിട്ടിയപ്പോൾ അദ്ദേഹം ഓർക്കുന്നത് ആരെയാണ്? പാവങ്ങളെയാണ് ഓർക്കുന്നത്. പാവങ്ങളെ ഓർത്തു, അവർക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയാണ്. പലപ്പോഴും പാവപ്പെട്ടവരായിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറച്ചിലായിട്ട് കാണുന്ന ആളുകളാണ് അധികം ഉള്ളത്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃക അതായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമാണ് കാന ഇബ്നു ഉമർ ലാ യഅകുലു ഹത്താ യുതാ ബിമിസ്കീനി യഅകുലു മഅ. കൂടെ കഴിക്കാൻ ഒരു മിസ്കീൻ ഇല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും കൂടെ കഴിക്കാൻ ഒരു മിസ്കീനായ ആൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. പാവപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ പ്രത്യേക സ്ഥാനവും ശ്രേഷ്ഠതയും പദവിയും ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇവിടുത്തെ സമ്പന്നരായ ആളുകൾക്ക് റിസ്ഖ് ലഭിക്കുന്നതും അതുപോലെ തന്നെ സഹായം ലഭിക്കുന്നതും പാവപ്പെട്ടവർ വഴിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരായ ആളുകളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് റിസ്ഖോ സഹായമോ ലഭിക്കപ്പെടുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ വഴിയെക്കുറിച്ച് ആലോചിച്ചാൽ, അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഒന്നും പിടുത്തം കിട്ടിക്കോളണമെന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവിടുത്തെ സമ്പന്നർക്ക്, ഇവിടെ പ്രയാസമില്ലാതെ ജീവിക്കുന്നവർക്ക് ആശ്വാസകരമായ ജീവിതം സാധ്യമാകുന്നതിൻ്റെ ഒരു കാരണം പാവപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, അബ്ഗൂനി ദുഅഫാ, എന്നിലേക്ക് ദുർബലരായ ആളുകളെ അടുപ്പിക്കണം നിങ്ങൾ. ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിദുഅഫായിക്കും. കാരണം നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരായ ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകപ്പെടുന്നതും സഹായം ലഭിക്കപ്പെടുന്നതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ബിളഈഫിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത് ഈ ഉമ്മത്തിലെ ദുർബലരായ ആളുകളെ കൊണ്ടാണ്. ബിദഅവതിഹിം ബിസ്സലാത്തിഹിം വ ഇഖ്ലാസിഹിം. അവരുടെ ഇഖ്ലാസ് കാരണത്താൽ, അവരുടെ നിസ്കാരം കാരണത്താൽ, അവരുടെ ദുആ കാരണത്താലാണ് ഈ ഉമ്മത്തെ സഹായിക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ദുനിയാവിൻ്റെ ആളുകൾക്കിടയിൽ, ഭൗതികന്മാരായ ആളുകൾക്കിടയിൽ സ്ഥാനം ഉണ്ടാവാർക്കാണ്? സമ്പന്നരായ ആളുകൾക്കാണ്. അവർ ഒരു സദസ്സിലേക്ക് വന്നാൽ എല്ലാവർക്കും പ്രത്യേക ആദരവായിരിക്കും. അവർ കടന്നു വരുമ്പോൾ സന്തോഷമായിരിക്കും. എന്തിനേറെ അവർ നമ്മളോട് ഇങ്ങോട്ടൊരു സലാം പറഞ്ഞാൽ പ്രത്യേക ഒരു ആനന്ദമായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ദീനിൽ പാവപ്പെട്ടവർക്ക്
പ്രത്യേകം സ്ഥാനമുള്ളതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസ്, സ്വർഗത്തിൻ്റെ ആളുകൾ 3 എണ്ണമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വറജുലുൻ ഫഖീറുൻ അഫീഫുൻ മുതസദ്ദിഖ്, മറ്റുള്ളവരോട് ചോദിക്കാത്ത സ്വതക്ക നൽകുന്ന ദരിദ്രനായ മനുഷ്യൻ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെട്ടവരാണ് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നു. ഫഇദാ ആമതു മൻ ദഖലഹൽ മസാകീൻ, ഞാനങ്ങനെ നോക്കുമ്പോൾ ആ സ്വർഗത്തിൽ അധികവും പ്രവേശിക്കുന്നത് മിസ്കീന്മാരാണ്. വഇദാ അസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, സമ്പന്നരായ ആളുകൾ സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ തടയപ്പെട്ടവരായി, അവരെ തടയപ്പെട്ടവരായ നിലയിൽ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഇത്വലഅതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, ആ സ്വർഗത്തിൻ്റെ അവകാശികളിൽ അധിക ആളുകളും ദരിദ്രന്മാരായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആരാണ് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ? ഈ സ്വർഗത്തിൽ ദരിദ്രരെ അധികമായി കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. ദരിദ്രരാരാണ്? മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി വന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞങ്ങളൊക്കെ ദരിദ്രന്മാരാണോ എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിൽ ഈ സ്ഥാനം ഇങ്ങനെ കിട്ടും എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുമോ എന്നറിയാൻ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ കൂട്ടത്തിൽ പെട്ട ഫക്കീറന്മാരല്ലയോ ഞങ്ങളെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ചു, അലകം റഅത്തുൻ തഅവി ഇലൈഹ, നിനക്ക് ചെന്ന് ചേരാൻ ഒരു ഭാര്യയുണ്ടോ? അദ്ദേഹം പറഞ്ഞു നഅം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, അലക മസ്കനുൻ തസ്കുനു, നിനക്ക് താമസിക്കാനായിട്ട് ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നഅം എന്ന് പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅൻത മിനൽ അഗ്നിയ, എങ്കിൽ നീ സമ്പന്നരിൽ പെട്ട ആളാണ് എന്ന് പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത്, നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ദരിദ്രന്മാർ ആദ്യം സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ മാനദണ്ഡമനുസരിച്ചുള്ള ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്തിന്, അള്ളാഹു തന്നതിന്, ഫഖീറന്മാരെ അപേക്ഷിച്ച് നമുക്ക് അള്ളാഹു തന്നതിന് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ആരാണ് ഫഖീർ എന്ന് മഹാനായ സ്വഹാബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ അധിക ആളുകളും ഫഖീറന്മാരിൽ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹു നൽകിയ നിഅമത്തിനെ നമ്മൾ ശുക്ർ ചെയ്യണം. രണ്ടാമത്തേത്, പാവപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾ പരമാവധി നിർവഹിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇതിനർത്ഥം നമ്മൾ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനർത്ഥം സമ്പന്നന്മാരെല്ലാവരും നരകത്തിലാണ്, അവർക്ക് സ്വർഗ്ഗമില്ല, അതുപോലെ തന്നെ അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് സമ്പന്നന്മാരായ ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സാധുക്കളോട് ഒപ്പം നിൽക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ കണ്ണീരിന് ആശ്വാസമാകാൻ, അവരുടെ പട്ടിണിക്ക് ആശ്വാസമാകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹ. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളോട് കൂടെ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ നഫ്സിനെ ക്ഷമയോടുകൂടെ അങ്ങ് പിടിച്ചു നിർത്തണം.
വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ അലങ്കാരത്തെ പ്രതീക്ഷിച്ച് അവരിൽ നിന്ന് കണ്ണെടുക്കരുത്, അവരെ തൊട്ട് തിരിഞ്ഞു കളയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. പാവപ്പെട്ടവരുടെ അവരെ സഹായിക്കാനുമല്ല, അവരുടെ കൂടെ നിൽക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത്. അതിന് കുറച്ച് ക്ഷമ വേണ്ടി വരും, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. വസ്ബിർ നഫ്സക, നബിയെ താങ്കൾ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ പ്രസിദ്ധമായ ആയത്ത്, ഇതേ വിഷയം തന്നെ പറയുന്ന ഒരു ആയത്ത് സൂറത്തുൽ അൻആമിലുണ്ട്. ആ ആയത്ത് അവതരിപ്പിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ആ ആയത്തിൻ്റെ പശ്ചാത്തലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ട ആളുകളെ ധാരാളം അടുപ്പിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കാനും തൻ്റെ കൂട്ടത്തിൽ പാവപ്പെട്ടവർക്ക് വലിയ സ്ഥാനം കൊടുക്കാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ സഹവസിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് പലപ്പോഴും അവിടുത്തെ സദസ്സിൽ ഉണ്ടായിരുന്നത് പാവങ്ങളായിരുന്നു. ഇത് മുശ്രിക്കുകളായ പ്രമാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദഹിച്ചിരുന്നില്ല. അവർ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളോട് ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ, താങ്കൾക്കൊരു ദീനിനെ പരിചയപ്പെടുത്താനുണ്ടല്ലോ, താങ്കളോട് ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്. ഖസ്സിസ് ലനാ മജ്ലിസൻ, ഞങ്ങൾക്ക് പ്രത്യേകം ഒരു മജ്ലിസ് തരണം. നഹ്നുൽ അഷ്റാഫ്, ഞങ്ങൾ ഉന്നതന്മാരായ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ലാ നുരീദു ഹഉലാഇൽ ദുഅഫാ മഅന, ഈ ദുർബലരായ ആളുകൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ലാ യലീഖു ബിഹാലിന, ഞങ്ങളോട് ഞങ്ങളുടെ സ്റ്റാറ്റസിനോട് യോജിക്കുന്ന ആളുകളല്ല ഇവർ. അതുകൊണ്ട് താങ്കൾ ഇവരെ ഒന്ന് മാറ്റി ഇരുത്തണം. എങ്കിൽ താങ്കൾക്കൊപ്പം ഞങ്ങൾ സദസ്സ് പങ്കിടാം, താങ്കൾ പറയുന്നത് കേൾക്കാം, താങ്കൾക്ക് പരിചയപ്പെടുത്താനുള്ള വിഷയത്തെ ഞങ്ങൾ കേൾക്കാമെന്ന് മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ, അതുപോലെ തന്നെ ഖബ്ബാബ്, അതുപോലെയുള്ള പാവപ്പെട്ടവരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഖുറൈശികൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇവരെ മാറ്റണം. ഇദാ അറദ്ത അൻ നജ്ലിസ ഇലൈക്, റസൂലെ മുഹമ്മദെ അങ്ങയോടൊപ്പം ഞങ്ങൾ ഇരിക്കണമെങ്കിൽ ഫഅഖിം ഹഉല, ഇവരെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. ഉത്റുദ് ഹഉലാഇ മിൻ മജ്ലിസ്, ഇവരെ ഈ മജ്ലിസിൽ നിന്ന് താങ്കൾ ആട്ടിപ്പായിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ വന്ന് പറഞ്ഞു. ഖുറൈശികൾ റസൂലിൻ്റെ വാക്ക് കേൾക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഭൗതിക മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാമിന് വലിയ ഖുവ്വത്തും വലിയ ഇസ്സത്തും വരും, വലിയ പ്രതാപവും ശക്തിയും കൈവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ വർത്തമാനം ഞങ്ങൾ കേൾക്കണമെങ്കിൽ, താങ്കളുടെ മജ്ലിസിൽ ഞങ്ങൾ ഇരിക്കണമെങ്കിൽ ഈ ആളുകളെ താങ്കൾ ആട്ടിപ്പായിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന, വലാ തത്റുദുൽ ലദീന യദ്ഉന റബ്ബഹും ബിൽ ഗദാതി വൽ അശയ്യി യുരീദൂന വജ്ഹ, അള്ളാഹുവിൻ്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളെ താങ്കൾ ആട്ടിപ്പായിക്കാൻ പാടില്ല. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ ഫതതുർദഹും ഫതകൂന മിനൽ ളാലിമീൻ. അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയാണ്, ഫതതുർദഹും, നബിയെ താങ്കളെങ്ങാനും അങ്ങനെ ആട്ടിപ്പായിച്ചാൽ ഫതകൂന മിനൽ ളാലിമീൻ, താങ്കൾ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടവനായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താക്കീത് ചെയ്യുന്നു. ആ ആയത്തിൻ്റെ ഗൗരവവും ആ ആയത്തിൽ വരുന്ന താക്കീതിൻ്റെ കടുപ്പവും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, റസൂലിനോട്
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫത്തതുറുദഹും ഫതകൂന മിനൽ ളാലിമീൻ. അങ്ങനെ എങ്ങാനും മാട്ടിപ്പായിച്ചാൽ, ഈ ഖുറൈശികളുടെ വാക്ക് കേട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് റസൂലെ അങ്ങെങ്ങാനും അവരെ ആട്ടിപ്പായിച്ചാൽ ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങ് അക്രമകാരികളിൽ പെട്ടവരായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു എന്നുള്ളതാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. പാവപ്പെട്ടവരായ പ്രയാസപ്പെടുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദിൽ ദീൻ പഠിക്കാനായി പ്രത്യേകം ചടഞ്ഞിരുന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. അഹ്ലുസ്സുഫ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസ്സുഫ എന്നറിയപ്പെടുന്ന സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദിൽ ഉണ്ടായിരുന്നു. അവർ ദീൻ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ദീൻ പഠിക്കാനായി ചടഞ്ഞിരുന്ന ആളുകളാണ്. അവർക്ക് വീടില്ല, സ്വന്തമായിട്ട് വീടിലായിരുന്നു. അവരുടെ വീട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദായിരുന്നു എന്നുള്ളതാണ്. പള്ളിയിലെ ഒരു ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിട്ടുകൊടുക്കൂ എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പള്ളിയിലൊക്കെ ദീൻ പഠിക്കാനായിട്ട് ആരെങ്കിലും ചടഞ്ഞിരുന്നാൽ അവരെ വളരെ രൂക്ഷമായി നോക്കുന്ന, വന്യമായി നോക്കുന്ന, എന്തോ മഹാപാതകം ചെയ്തു എന്ന രൂപത്തിൽ വിലയിരുത്തപ്പെടുന്ന അവസ്ഥ പൊതുവേ ഉണ്ട് എന്നുള്ളതാണ്. പള്ളികളൊക്കെ എന്തോ കേന്ദ്രങ്ങളായി മാറുന്ന, എന്തിനൊക്കെയോ വേണ്ടിയുള്ള പ്രത്യേക ചട്ടക്കൂടുകളും നിയമാവലികളും ഒക്കെയായി പോകുന്ന അവസ്ഥയാണ് പൊതുവെ കാണുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പല സ്വഹാബത്തിൻ്റെയും വീട് പള്ളിയായിരുന്നു. പല സ്വഹാബത്തിൻ്റെയും വീട് പള്ളിയായിരുന്നു. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനായി ചടഞ്ഞിരുന്ന ആളുകൾ. അവർ പകൽ സമയത്ത് പറ്റുന്നതുപോലെ ജോലിക്ക് പോകും, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് കഴിക്കും, ബാക്കി സമയം ദീൻ പഠിക്കും. ഇനി ഭക്ഷണമൊന്നുമില്ലെങ്കിൽ ആരോടും ചോദിക്കൂല, അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വിശപ്പും സഹിച്ചുകൊണ്ട് ദീൻ പഠിക്കാനായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഈ സ്വഹാബത്തിന് വീതിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ട് ചെന്ന് കൊടുത്തിരുന്നൊരു സഹാബിയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്? ആരാണത്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ്റെ മകൻ ജഅഫർ റളിയല്ലാഹു അൻഹു. ഈ ആളുകൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഭക്ഷണം കൊണ്ടു ചെന്ന് കൊടുക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു പേരുണ്ടായിരുന്നു. എന്താ പേര്? അബുൽ മസാക്കീൻ. എത്ര മനോഹരാണ്! അദ്ദേഹം അറിയപ്പെട്ട പേര് അബുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു സ്വഹാബത്തിൻ്റെ രീതികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, അമറനി ബിഹുബ്ബിൽ മസാക്കീൻ. ഈ പാവപ്പെട്ട ആളുകളെ നമ്മൾ എന്താവണം? സ്നേഹിക്കണം. വദ്ദുനുവ്വി മിൻഹും, അവരോട് ചേർന്ന് നിൽക്കണം. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് എന്നതിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? ഇങ്ങനെ പഠിപ്പിക്കുന്ന ദീൻ ഏതാ ഉള്ളത്? പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാം? അല്ല, പാവപ്പെട്ടവർക്ക് ആവശ്യങ്ങൾ നിർവഹിക്കണം, സ്നേഹിക്കണം, ചേർന്ന് നിൽക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അനുയായികളാണ് നമ്മളെന്നതിൽ പരം വേറെന്ത് വേണം നമുക്ക് അഭിമാനിക്കാൻ? അൽഹംദുലില്ലാ. അപ്പോൾ പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ നമ്മളോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അത് വിനയത്തിൻ്റെ തെളിവ് കൂടെയാണ്. അതോടൊപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുവഴി ലഭിക്കുന്ന മറ്റൊരു നേട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നമ്മൾ അനുസരിച്ചു എന്നൊരു നേട്ടം അതുവഴി നമുക്ക് കരഗതമാകും. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന ലഭിക്കാൻ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ മഹത്വങ്ങളാണ് പറയുന്നത്. അവരുടെ പ്രാർത്ഥന ലഭിക്കാൻ അത് കാരണമാകും. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്അത മദ്ഫൂഇൻ ബിൽ അബ്വാബി ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്രയെത്ര മുടി ജട പിടിച്ച ആളുകളാണ്, വാതിലുകളിൽ തടയപ്പെടുന്ന ആളുകളാണ്. അവരെങ്ങാനും അള്ളാഹുവിനോട് സത്യം ചെയ്ത് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കും.
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കാണുന്ന, നമ്മളൊരൽപ്പം അറപ്പോടുകൂടെ കാണുന്ന, ചിലപ്പോൾ നമ്മൾക്ക് അവരോടൊപ്പം നിന്ന് സംസാരിക്കുന്ന മറ്റുള്ളവർ കാണുന്നത് നമുക്ക് കുറച്ചിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന, വാതിൽ തുറക്കാൻ നമ്മൾ മടിക്കുന്ന, വീട്ടിലേക്ക് കയറ്റാൻ പലപ്പോഴും നമുക്ക് കുറച്ചിൽ തോന്നുന്ന ആളുകളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എത്രയെത്ര പൊടി പിടിച്ച ആളുകളാണ്, എത്രയെത്ര മുടി ജട പിടിച്ച ആളുകളാണ് വാതിലുകളിൽ തടയപ്പെടുന്ന, സാധാ പാവപ്പെട്ടവരല്ല, വാതിലുകളിൽ തടയപ്പെടുന്ന ആളുകൾ, അകത്തേക്ക് കയറ്റാനൊക്കെ കുറച്ച് മടി തോന്നുന്ന ആളുകൾ. ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹ്, അവരെങ്ങാനും അള്ളാഹുവിനോട് സത്യം ചെയ്ത് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കും. അതുകൊണ്ട് പാവപ്പെട്ടവർ വരുമ്പോൾ, പാവപ്പെട്ടവർ എന്തെങ്കിലും ആവശ്യങ്ങളുമായി നമ്മിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പിന്തിരിക്കേണ്ട, ചേർത്ത് പിടിക്കാൻ മടിക്കണ്ട, സഹായിക്കാൻ മടിക്കണ്ട, അവരുടെ കൈ പിടിക്കാൻ, അവരെക്കൊന്ന് ആശ്വാസം കൊടുക്കാൻ, അവരുടെ അവസ്ഥകൾ ചോദിച്ചറിയാൻ നമ്മളൊരല്പം പോലും മടിക്കേണ്ടതില്ല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, അള്ളാഹുവിനോട് എന്തെങ്കിലും അവർ സത്യം ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു നടപ്പാക്കി തരും. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ലഭിക്കുക എന്ന വലിയൊരു ഗുണം അതുവഴി ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട ആളുകൾ പലപ്പോഴും അവഗണനകൾ ധാരാളമായി അനുഭവിക്കുന്നവരായിരിക്കും. ആട്ടും തുപ്പും അവഗണനയും അതുപോലെ തന്നെ കളിയാക്കലുകളൊക്കെ പലപ്പോഴും അനുഭവിക്കുന്നവരായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ പുഞ്ചിരി പോലും, നമ്മൾ നിസാരായിട്ട് കാണുന്ന, പലപ്പോഴും നമ്മൾ വേണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി പോലും അവരുടെ ഹൃദയത്തിൽ വരുത്തുന്ന സന്തോഷത്തിൻ്റെ പ്രകാശം ചെറുതായിരിക്കില്ല. നമ്മളൊന്ന് കൈപിടിക്കുന്നത്, ഒന്ന് പുറത്ത് തട്ടുന്നത്, സുഖാണോ എന്ന് ചോദിക്കുന്നത്, ഒന്ന് പുഞ്ചിരിക്കുന്ന, അവരുടെ ഹൃദയത്തിൽ വരുത്തുന്ന സമാധാനവും സന്തോഷവും അഭിമാനബോധവും പ്രതീക്ഷകളും ചെറുതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, നമുക്ക് ചിലപ്പോൾ പുഞ്ചിരി എന്നുള്ളതൊക്കെ ചെറിയ കാര്യമായിരിക്കും. പക്ഷെ നമ്മളൊന്ന് നോക്കി ചിരിച്ചതിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി ഒരു പക്ഷേ അതുപോലുള്ള ആളുകൾ ദുആ ചെയ്യും. നമ്മളൊന്ന് വിശേഷം ചോദിച്ചതിൻ്റെ പേരിൽ അതുപോലുള്ള ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനോട് അവരെങ്ങാനും സത്യം ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പാക്കൂ എന്നുള്ളതാണ്. അതാണ് പാവപ്പെട്ടവരെ ചേർത്ത് വിളിച്ചാലുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് ചേർന്ന് നിന്നാൽ, അവരോട് നമ്മൾ സഹവസിച്ചാൽ നമുക്ക് കൈവരുന്ന മറ്റൊരു ഗുണം, അവരുടെ പ്രയാസം മനസ്സിലാക്കാനും നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഫായിദയാണ്. പാവപ്പെട്ടവരുമായി സഹവസിച്ചാൽ ലഭിക്കുന്നൊരു ഫായിദയാണ്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമുക്ക് ഈ നിഅമത്ത് തന്നത് നമ്മൾ പ്രത്യേകക്കാരായ അടിമകളായതുകൊണ്ടല്ല, നമ്മൾക്ക് എന്തെങ്കിലും മഹത്വങ്ങൾ ഉണ്ടായതുകൊണ്ടുമല്ല. അങ്ങനെ മഹത്വമുണ്ടായതിൻ്റെ പേരിലാണ് സമ്പത്ത് കൈവരുന്നത് എങ്കിൽ ആർക്ക് കൊടുക്കുമായിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അത് കൊടുക്കുമായിരുന്നു. സമ്പത്ത് കിട്ടാന്നുള്ളത് ഒരു മോശം കാര്യമൊന്നുമല്ല, അത് അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. എന്നാൽ സമ്പത്തുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ പ്രത്യേകക്കാരായ അള്ളാഹുവിൻ്റെ എന്തെങ്കിലുമൊക്കെ മഹത്തുള്ള വിശിഷ്ടരായ ആളുകളാണ് എന്ന ധാരണ നമുക്ക് വേണ്ടതില്ല. അങ്ങനെ വിശിഷ്ടർക്കും പ്രത്യേകക്കാർക്കും കിട്ടുന്ന കാര്യമായിരുന്നെങ്കിൽ അത് ആർക്ക് കിട്ടുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുമായിരുന്നു. എങ്ങനെയായിരുന്നു റസൂലിൻ്റെ ജീവിതം? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, 2 മാസമായി വമാ ഊഖിദ ഫീ അബിയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാർ, അടുപ്പ് 2 മാസം തുടർച്ചയായി കത്തിക്കുന്ന അവസ്ഥ ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ച് പാകം ചെയ്ത് കഴിക്കാൻ മാത്രം ഒരു ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ തുടർച്ചയായി 2 മാസങ്ങളൊക്കെ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ, റസൂലിൻ്റെ വഫാത്തിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹാബത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ സ്വഹാബർ ചോദിച്ചു, നിങ്ങൾ എന്ത് കഴിച്ചിട്ടാണ് ഉമ്മ നിങ്ങൾ വിശപ്പടക്കിയിരുന്നത്, ജീവൻ നിലനിർത്തിയിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അൽ അസ്വദാൻ, വെള്ളവും
കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമയം 2 മാസം വെള്ളവും കാരക്കയും കഴിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും കഴിഞ്ഞു കൂടിയത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും താഴ്ന്ന കാരക്ക പോലും കഴിച്ച് വിശപ്പ് മാറ്റാനില്ലാത്ത അവസ്ഥയിൽ അവിടുത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആര് പറയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏറ്റവും താഴ്ന്ന ഇനം കാരക്കില്ലേ, അതുപോലും കഴിച്ചിട്ട് വിശപ്പടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായ ഒരുപാട് രാത്രികൾ പട്ടിണി കിടന്നിട്ടുണ്ട്. തുടർച്ചയായ ഒരുപാട് രാത്രികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനെ കുറിച്ച് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കാരണം കല്ലുകൾ തുണിയിൽ ചേർത്ത് വെച്ച് കെട്ടി, വയറിനോട് ചേർത്ത് വെച്ച് കെട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിജീവിച്ചിരുന്ന, വിശപ്പിനെ ചെറുക്കാൻ ആ രൂപത്തിൽ ജീവിച്ചിരുന്ന അവസ്ഥ റസൂലിനുണ്ടായിട്ടുണ്ട് എന്ന് ആര് പറയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ചവിട്ടി നടന്നവരിൽ ഏറ്റവും മഹാന്മാരായ മനുഷ്യന്മാർ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് അള്ളാഹു പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട പലരും പട്ടിണിയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴും. ആ സമയത്ത് അന്ന് ഈ അപസ്മാരം ബാധിച്ചിട്ടാണ് ഈ വീണത് എന്ന നിലയിൽ, അന്നത്തെ ഒരു ചികിത്സാ രീതി എന്ന നിലയിൽ കഴുത്തിൽ ആളുകൾ കാലുവെക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിൽ ആളുകൾ കാലുവച്ചിരുന്നു. ആ സമയത്ത് അതിനൊരാശ്വാസമാവട്ടെ എന്ന നിലയിൽ അദ്ദേഹം പറയാണ്, മാ ബി മിൻ ജുനൂൻ, എനിക്കൊരു ഭ്രാന്തുമില്ല, എനിക്കൊരു അപസ്മാരവുമല്ല. മാ ബി ഇല്ലൽ ജൂ, വിശപ്പ് കാരണത്താലാണ് ഞാനങ്ങനെ വീണിരുന്നത് എന്ന് ആര് പറയാണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം, ഇൻ കുൻതു ലാ അഅ്തമിദു ബികബ്ദി അലൽ അർളി മിനൽ ജൂ, വിശപ്പ് കൊണ്ട് ഞാൻ ഭൂമിയിൽ നെഞ്ച് വെച്ച് കിടന്നിട്ട്, ഞാൻ കമഴ്ന്ന് കിടന്നിട്ടുണ്ട് എന്ന് ആര് പറയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയണം, വഇൻ കുൻതു ലാ അശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂ, ഞാൻ വിശപ്പ് കാരണത്താൽ കല്ല് തുണിയിൽ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഞാൻ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുക. അങ്ങനത്തെ ഒരു വിശപ്പൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല, അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വല്ലാത്തൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ വിശന്നിരിക്കുകയാണ്. എത്ര വിശന്നാലും സ്വഹാബത്ത് എന്താകൂല, മറ്റുള്ളവരോട് പരമാവധി അത് അറിയിക്കൂല, ചോദിക്കൂല, ഒന്നും ചോദിക്കുന്ന, കാരണം റസൂലിൻ്റെ കൽപ്പന എങ്ങനെയാണ്? ചോദിക്കരുത്, ഇസ്സത്ത് അതിന് പോറലേൽക്കുന്ന രൂപത്തിൽ ആളുകളോടൊന്നും ചോദിക്കരുത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ കൽപ്പനയെ അങ്ങനെ ശിരസാ വഹിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഒന്നും ആരോടും ചോദിക്കാറില്ല. അവൻ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുകയാണ്, വിശപ്പിൻ്റെ കാഠിന്യത്താൽ തളർന്നിരിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വഴി കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നുപോയി. അബൂ ഹുറൈറ പറയാണ്, എനിക്ക് ആ ആയത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല ഞാനത് ചോദിച്ചത്. മാ സഅൽതുഹു ഇല്ലാ ലിയുശ്ബിഅനി, ഞാനത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി എൻ്റെ അവസ്ഥ കാണുമ്പോൾ അബൂബക്കറിന് മനസ്സിലാകും ഞാൻ വിശന്നിട്ടിരിക്കുകയാണ്, തളർന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം അദ്ദേഹം തരും. നേർക്ക് നേരെ ചോദിക്കാൻ മടിയാണ്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് അബൂബക്കറിന് മനസ്സിലാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ചോദിച്ചത്. പക്ഷേ
അബൂബക്കറിന് അത് മനസ്സിലായില്ല. അദ്ദേഹം എന്തായി, ആ കാര്യത്തിൽ ഉത്തരം പറഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നുപോയി. സുമ്മ മർറ ബി ഉമർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വഴി വന്ന സമയത്ത് ഉമറിനോടും ഞാൻ എന്തായി, വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കുറിച്ച് ചോദിച്ചു. വല്ലാഹി ഞാനത് ചോദിച്ചത് എനിക്ക് ആയത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, ഇല്ലാ ലിയുശ്ബിഅനി, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകുമെന്ന് വിചാരിച്ചിട്ടാണ്, എൻ്റെ അവസ്ഥ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചോദിച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയാണ്, സുമ്മ മർറ ബി അബുൽ ഖാസിം, പിന്നെ അബുൽ ഖാസിം എൻ്റെ അടുക്കലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി. അബുൽ ഖാസിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ റസൂലിനോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. വഅറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി, എൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നും എൻ്റെ മുഖത്തെ ഭാവം അവസ്ഥ എന്താണ് എന്നും ആർക്ക് മനസ്സിലായി? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. സ്വാഭാവികമായും വിശപ്പനുഭവിച്ച് ഒരാളോടും ചോദിക്കാൻ പറ്റാതെ, എന്നാൽ ആർക്കും മനസ്സിലാകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ മാനസികമായും തളർന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ അവസ്ഥ എന്താണെന്നും എൻ്റെ മുഖഭാവവും ഒക്കെ റസൂലിന് മനസ്സിലായി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു, യാ അബാഹിർ. അബൂ ഹുറൈറ എന്നുള്ളതിനെ ഒന്നും കൂടെ ചുരുക്കിയിട്ട് അബാഹിർ, അബൂഹിർ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. ഇവിടെയൊക്കെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനൊരു നേതാവിൻ്റെ അനുയായികളാണ്. ഇങ്ങനെ ചേർത്ത് പിടിച്ച, ഇങ്ങനെ സൽസ്വഭാവത്തിൻ്റെ വലിയ പാഠങ്ങൾ പകർന്നു നൽകിയ ഉന്നതനായൊരു നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ സ്വഭാവം നമുക്ക് വേണം. ഇതിലൊന്നും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. ചുരുക്കി പേര് വിളിക്കുകയാണ്, ഒരു ഓമനപ്പേര് വിളിക്കുകയാണ്. ഇത്രയും മുത്തം മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനിക്ക് സന്തോഷം തോന്നുന്ന രൂപത്തിൽ പേരൊന്ന് ചുരുക്കിയിട്ട് വിളിക്കുകയാണ്. യാ അബാഹിർ, യാ അബാഹിർ എന്ന് വിളിച്ചു. ആ സമയത്ത് ഖുൽതു, ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എൻ്റെ റസൂലെ എന്ന രൂപത്തിൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിന് വിളി കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് പാലുണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ ഹദിയ കൊടുത്ത പാല് അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയോട് പറഞ്ഞു, മസ്ജിദിൽ പോയിട്ട് അഹ്ലു സുഫയിൽപ്പെട്ട എല്ലാവരെയും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് വരാനായിട്ട് പറഞ്ഞു. അദ്ദേഹം പറയാണ്, അബൂ ഹുറൈറ പറയാണ്, ആ സമയത്ത് എൻ്റെ മനസ്സിൽ കുറച്ച് ഇത് തോന്നി. കാരണം രണ്ടാൾക്ക് കുടിക്കാൻ പോലുള്ള പാലിത് ഇല്ലല്ലോ എന്ന രൂപത്തിൽ കുറച്ച് അത് പ്രായോഗികമാണോ എന്ന രൂപത്തിൽ എനിക്ക് തോന്നി. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിനനുസരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ പോയി. 100ഓളം സ്വഹാബത്തിനെ വിളിച്ചു കൊണ്ടുവന്നു. അവിടെ ഉണ്ടായ 100 അഹ്ലു സുഫയിൽപ്പെട്ട 100ഓളം പള്ളിയിലിരുന്ന് പഠിക്കുന്ന 100ഓളം ആൾക്കാർ. ഇന്ന് നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മസ്ജിദിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വന്യമായ കാര്യമായിട്ട് അതിനെ കണക്കൂട്ടും. 100ഓളം പണിക്ക് പോയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇത് പണിയൊന്നുമില്ലേ, എന്തോ ആ രൂപത്തിലൊക്കെ ആയിരിക്കും നേരിടുക. അത് മറ്റൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. എന്തായിരുന്നാലും 100ഓളം സ്വഹാബത്തിനെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു നൽകിയ മുഅ്ജിസ, ഈ 100ഓളം സഹാബത്തും പാൽ കുടിച്ചു. പിന്നെ പിന്നെയും പാൽ ബാക്കിയായി. ഇനി ബാക്കിയുള്ളത് ആരാണ്? റസൂലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹം നന്നായി അത് കുടിച്ചു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പാൽ കുടിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു മുഅ്ജിസത്താണ്. അതോടൊപ്പം ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, മഹാന്മാരായ സ്വഹാബത്ത് അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പട്ടിണിയുടെ ആഴാണ്. പല സ്വഹാബത്തും അനുഭവിച്ചിരുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇത് എൻ്റെ എന്തോ ഒരു നന്മ കൊണ്ട്,
ഞങ്ങളുടെയൊക്കെ ഹൃദയശുദ്ധി കൊണ്ട്, ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ മഹത്വം കൊണ്ട്, എൻ്റെ ബുദ്ധിയുടെ മികവ് കൊണ്ടൊക്കെ കിട്ടിയതാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഒരിക്കലും തോന്നണ്ട. ഒരു നിമിഷത്തേക്ക് പോലും അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാകണ്ട. നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി, ഇത് എൻ്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമാണ്. ഈ ഭൂമിയിൽ ചവിട്ടി നടന്നവരിൽ അല്ല, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പലപ്പോഴും പട്ടിണിയായപ്പോൾ നമുക്ക് ഇൽമെത്തിച്ചു തരാൻ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും പട്ടിണിയായി വീണു പോയപ്പോൾ, അതുപോലെ തന്നെ മഹാനായ സ്വഹാബി അല്ലേ, തലമറച്ചാൽ കാൽ വെളിവാകുന്ന, കാൽ മറച്ചാൽ തല വെളിവാകുന്ന രൂപത്തിൽ കഫൻ പുടവ ബാക്കി വെച്ചുപോയ അത്രയും ദരിദ്രാവസ്ഥയിൽ മരിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹു, അവർക്കൊന്നും കൊടുക്കാത്തത് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പവർ കൊണ്ടും കഴിവ് കൊണ്ടും ഹൃദയശുദ്ധി കൊണ്ടുമാണെന്ന് ഒരിക്കലും നമ്മൾ കരുതണ്ട. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ, ആ നിഅമത്തിന് അള്ളാഹുവിനെ ശുക്ർ ചെയ്ത്, അതില്ലാത്തവരെ ചേർത്ത് പിടിച്ച്, അതില്ലാത്തവരെ സഹായിച്ച്, അത് ഇല്ലാത്തവർക്ക് ആശ്വാസം നൽകി ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഒരു ദുആ കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച ഒരു ദുആയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫദ്റുസൂഹ സുമ്മ തഅല്ലമൂഹ. ഈ ദുആ നിങ്ങൾ പഠിക്കണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ച ദുആയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായിരുന്നാലും ഇത് പഠിക്കണം. നമ്മളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച, നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ച ദുആയാണ്. ആ ദുആഇൻ്റെ മുഴുവൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് ഭാഗമേ പറയുന്നുള്ളൂ. ഈ കുറച്ച് ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് മുഴുവൻ ഭാഗം ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് തരാം. ഇൻഷാ അല്ലാഹ് കുറച്ച് ദൈർഘ്യമുള്ള പ്രാർത്ഥനയാണ്. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് പറയാം. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാക്കീൻ. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നിന്നോട് ഞാൻ ചോദിക്കുന്നു. വതർക്കൽ മുൻകറാത്ത്, തിന്മകളെ ഒഴിവാക്കി ജീവിക്കാനുള്ള തൗഫീഖും നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബൽ മസാക്കീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള തൗഫീഖും, അത് വലിയ തൗഫീഖാണ്, അതും നിന്നോട് അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. ഇതൊക്കെ നമ്മൾ കുറേ ചിന്തിക്കേണ്ട ഹദീസാണ്, ആ പ്രാർത്ഥനയാണ്. ഇത് ദീനിൻ്റെ മഹത്വം, ഈ ദീനിൻ്റെ ആ വലുപ്പം എത്ര ചിന്തിക്കാനുള്ളതാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള തൗഫീഖൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതെന്തൊരു ദീനാണ്! ഏത് ദീനിൻ്റെ അനുയായികളാണ് നമ്മൾ! സുബ്ഹാനല്ലാഹ്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാക്കീൻ. അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ, വതർക്കൽ മുൻകറാത്ത്, അതുപോലെ തന്നെ മുൻകറാത്തുകളെ ഒഴിവാക്കാൻ, വഹുബ്ബൽ മസാക്കീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാക്കീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാക്കീൻ. നമ്മുടെ ദുആയിൽ, നമ്മുടെ സുജൂദിൽ, അതുപോലെ തന്നെ അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ ഉള്ള ദുആ വരുന്നുണ്ടല്ലോ അവിടെ, അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുമ്പോൾ ഈ ദുആ അതിൽ നമ്മൾ ഉൾപ്പെടുത്തണം. റസൂൽ പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാക്കീൻ. എന്നൂടെ പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാക്കീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേണ്ടിയാണോ പകലിൽ ആഗ്രഹമുണ്ടായിട്ടും വൈകാരിക ആഗ്രഹങ്ങളെയും ഭക്ഷണത്തെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോറ്റത്? ആ റബ്ബിനെ നമ്മൾ കൺനിറയെ കാണുന്ന സന്ദർഭം,
ആളുകൾ പരിഹസിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ആർക്ക് വേണ്ടിയാണോ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദിനെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിച്ചത്, ആ റബ്ബിനെ കണ്ണിറയെ കാണുന്ന സന്ദർഭം. സാഹചര്യങ്ങൾ നമ്മളെ മാടി വിളിച്ചിട്ടും നല്ലൊരു ശതമാനം ആളുകൾ ഒരു സങ്കോചവും ഇല്ലാതെ ചെയ്തിട്ടും നിയമങ്ങളും അതുപോലെ തന്നെ അവസ്ഥ